വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോകാനുള്ള ഒരു കണി കാണുന്നു. ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ മോയ്സ്ചറൈസർ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞത്. കട വരെ പോകുന്നോളെങ്കിലും കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ലിപ്സ്റ്റിക്കും കണ്ണും ഒക്കെ അങ്ങ് എഴുതി കൊടുത്തു. എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോവാറില്ല, പഠിത്തം മാത്രമാണ് നടക്കുന്നത്. അടിച്ചടിച്ച് ബോറടിച്ച് പ്രാന്തൊടിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ പുറത്തെങ്കിലും ഒന്ന് ചുമ്മാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വയറിന്റെ വിളി കാരണം പുറത്തിറങ്ങാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ ഒരു ക്രീം കേക്കാണ് മേടിച്ചത്. ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് എക്സാമിന് വേണ്ടിയിട്ടുള്ള പേന മേടിക്കാനാണ്. ബ്ലാക്ക് പെൻ വെച്ച് മാത്രമേ എഴുതാൻ പറ്റൂ, പക്ഷെ ഞങ്ങൾ തപ്പുന്ന ബ്ലാക്ക് പെൻ ഇന്ന് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവക്കാണെങ്കിൽ പാനിപ്പൂരി വേണമെന്ന് ഇറങ്ങി ഇവിടുന്ന് പാനിപ്പൂരി വാങ്ങി കഴിക്കാൻ. എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവമാണ് ഈ പാനിപ്പൂരി കഴിക്കുന്നത്. കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഉള്ളൊരു ട്രോമയാണ് എനിക്കിത് പിന്നെ ഇഷ്ടമല്ലാതാക്കിപ്പിച്ചത്. മാത്രമല്ല എനിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ടാണ് ഞാൻ മേടിച്ച ക്രീം ബന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ഓവർ മധുരം അങ്ങോട്ട് പറ്റാത്തതുകൊണ്ട് അത്രയും ക്രീമും ബന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ അതിന്റെ കുറച്ചൊക്കെയാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പുറത്തു പോയവരൊക്കെ ഇതാ വന്നത്. നേരെ അവർ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇവിടെ ഇരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു സംഭവമായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. സംഭവം നല്ല രസം ഉണ്ടായിരുന്നു.